ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ശാലിനിയെ രക്ഷിക്കാൻ വിഷ്ണു എത്തിയിരിക്കുന്നു. വിഷ്ണുവിന്റെ കൂടെ മറ്റൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ശാലിനിയും കമലിനെയും ശാരദാമ്മയും ഒക്കെ അവിടെ നിന്നും രക്ഷിക്കുകയാണ്. അവിടെ ഇരുന്ന ആ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കുന്നു. എന്നാൽ ഇതേ സമയം സത്യഭാമ പോകുന്ന ആ കാറും തടയുകയാണ് കുറെ ഗുണ്ടകൾ. നൂറിനെ ഉപദ്രവിക്കുന്നു. ആ സമയത്തായിരുന്നു അനൂപും കൂട്ടുകാരനും അതുവഴി വരുന്നത്. അവർ ഈ കാഴ്ച കാണുന്നു. പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങിയിട്ട് അവരോട് സംസാരിക്കാൻ വരികയാണ്. എന്താ ചേട്ടന്മാരെ, ഇത് സ്ത്രീകളോടാണോ ഇതുപോലെയുള്ള പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നത്? ഇത് മോശമല്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എടുത്ത് മാറ്റിയേ, അവരങ്ങ് പൊയ്ക്കോട്ടെ എന്ന് അനൂപ് പറയുമ്പോൾ ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങൾ പോയി കാറിലിരുന്നോ, 2 മിനിറ്റിനുള്ളിൽ ഈ ബ്ലോക്ക് ഞാൻ മാറ്റിത്തരാമെന്ന് അനൂപ് അവരോട് പറയുന്നു. ഇവള് പറഞ്ഞ ആ ചുണയുള്ളവരാണ് വന്നിരിക്കുന്നത്, ബ്ലോക്ക് മാറ്റാനേ എന്നൊക്കെ തമാശ രൂപേണ പരിഹാസത്തിൽ ആ ഗുണ്ടകൾ പറയുന്നുണ്ട്. നീ തീർന്നടാ എന്ന് പറഞ്ഞ അനൂപിനെ അവർ ചവിട്ടുന്നുണ്ട്. ഈ സമയം കമലനെയും വിഷ്ണുവിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. കമലനെയും അഴിച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെ കമലനും വിഷ്ണുവും മറ്റേ ആ പയ്യനും കൂടി വന്ന ഗുണ്ടകളെ അടിച്ചൊതുക്കി. ടെൻഷനോടെ ശാരദാമ്മയും ശാലിനിയും ഇതേ സമയം അനൂപിനെയും കാണിക്കുന്നു. അനൂപും ആ ഗുണ്ടകളെ അടിക്കുകയാണ്. അനൂപിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനും അടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 2 സ്ഥലത്തും അടി നടന്നുകൊണ്ടിരിക്കുന്നു. അടികൊണ്ട് ഓടുകയാണ് അവരെല്ലാവരും. ഇവര് മറ്റെന്തോ പ്ലാൻ ചെയ്തു വന്നതാണ്. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് അനൂപ് പറയുന്നു. ഇതേ സമയം വിഷ്ണു അവരോട് പറയുന്നുണ്ട്, നിന്റെയൊക്കെ കൈയും കാലും ഒടിക്കാത്തത് നിന്നോടുള്ള സഹതാപം കൊണ്ടല്ല, നിന്നെയൊക്കെ പറഞ്ഞു വിട്ടോമാരോട് പറഞ്ഞേക്ക്, സമയമല്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. തുടർന്ന് ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് അവിടെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് സുസ്മിത. സത്യഭാമയും ശാരദാമ്മയും വരത്തില്ല എന്ന് തന്നെയാണ് സുസ്മിത ഇപ്പോഴും വിശ്വസിക്കുന്നത്, അതുപോലെ ചന്ദ്രബോസും. എന്നാൽ ഈ സമയം അവിടെ രേഖാ മേഡം എത്തുകയാണ്. എല്ലാവരും അവരെ സ്വീകരിക്കാനായി പോകുന്നു. രേഖാ മേഡത്തിനെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അകത്തേക്ക് വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമയും ടീമും പിന്നെ ശാരദാമ്മയും ടീമും. രേഖാ മേഡം എല്ലാവരോടും സ്വാഗതം പറയുന്നുണ്ട്. ഇവിടുത്തെ മുഖ്യ അതിഥിയും രക്ഷാധികാരിയുമായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നിരവധി TV ഷോകളിലൂടെയും പ്രോഗ്രാമുകളിലൂടെയും വീട്ടമ്മമാർക്ക് സ്വപരിചിതയായ രേഖാ മേഡമാണ് എന്ന് പറഞ്ഞ് ആങ്കർ അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. രേഖാസ് കിച്ചണിന്റെ ഓളിനോളും കൂടിയാണ് ഇവർ. ഇനി രേഖാ മെമ്മിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. രേഖ പറയുന്നുണ്ട്, എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് അന്നത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് എത്രത്തോളം ശുദ്ധതയോടെയും കൃത്യതയോടെയും ഉണ്ടാക്കുന്നത്. അത് ഉത്തരവാദിത്തമുള്ള ഭാരിച്ച ഒരു ജോലി തന്നെയാണ്. ഒരിഞ്ച് അങ്ങോട്ടോ ഒരിഞ്ച് ഇങ്ങോട്ടോ പോയാൽ പാളിപ്പോകാവുന്ന ഒരു ഐറ്റം അത് പാചകം തന്നെയാണ്. ഒരാൾ മനസ്സിൽ നിന്ന് തൃപ്തനാകുന്നതും മനസ്സിൽ തട്ടി മതി എന്ന് പറയുന്നതും നല്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മാത്രമാണ്. ഒരാൾക്ക് 1 കോടി രൂപ കൊടുത്താൽ പോലും മതി എന്നൊരു വാക്ക് അവരിൽ നിന്നും വരണം എന്നില്ല. പക്ഷെ വയറു നിറയെ ഭക്ഷണം കൊടുത്തു നോക്കിയാലും നമുക്ക് ആ വാക്ക് അയാളിൽ നിന്നും ആത്മാർത്ഥതയോടെ കിട്ടുകയും ചെയ്യും. നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവർ നല്ലൊരു കുടുംബിനിയായിരിക്കും. അത്തരമൊരു വീട്ടമ്മയെ കണ്ടെത്തുന്ന മഹത്തായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മനസ്സുകൊണ്ട് ഈ സംഘാടകരോട് ഞാൻ നന്ദി പറയുകയാണ്. KPT ഗ്രൂപ്പിനും പരിശുദ്ധം കരമസാല ഗ്രൂപ്പിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന മനോഹരമായ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇതാ തയ്യാറായി നിൽക്കുന്നു. എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങാം ഈ പാചക മാമാങ്കം എന്നും പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ സംസാരം നിർത്തി. എന്നാൽ ശാരദാമ്മയും ടീമും സത്യഭാമയും ടീമും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചന്ദ്രബോസ് പറയുന്നുണ്ട്, എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, വന്ന മത്സരാർത്ഥികളെ വിളിച്ച് വരാത്തവരെ ക്യാൻസൽ ചെയ്ത് മത്സരം തുടങ്ങട്ടെ. അതെ, ഇത്രയും നേരമായിട്ട് വരാൻ തയ്യാറാവാത്തവർ ഇനി വീട്ടിലിരുന്ന് പാചകം ചെയ്താൽ മതിയെന്ന് രോഹിത്തും പറയുന്നുണ്ട്. ആങ്കർ അവിടെ നിന്ന് പറയുന്നുണ്ട്, പരിശുദ്ധം കരമസാല ഇവിടെ വിജയികളായി പ്രഖ്യാപിക്കുന്നത് 10 ലക്ഷം രൂപ. വിജയികളായി വരുന്നവർക്ക് സമ്മാനം കിട്ടുന്നത് 10 ലക്ഷം രൂപയാണ്. പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു വിസിൽ മുഴങ്ങുന്നതോടെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവസരമാണ്. ഫുഡ് തയ്യാറാക്കുന്നതിന്റെ സമയം 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂർ എന്നത് ആവശ്യ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയം കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ നോക്കി തിട്ടപ്പെടുത്തി എടുക്കുന്ന അത്രയും നേരത്തെ നിങ്ങൾക്ക് മത്സരത്തിൽ കടക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് പാചകത്തിനായി കിട്ടും. കുറുപ്പ് സാറ് മനസ്സിൽ ടെൻഷനോടെ വിചാരിക്കുന്നു, ശാരദാമ്മ ഇതുവരെ വന്നില്ലല്ലോ എന്ന്. ശ്യാമ വിചാരിക്കുന്നു, അമ്മയും സത്യാമ്മയൊന്നും വന്നില്ലല്ലോ, ഇനിയിപ്പോ അവര് മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലേ? സുസ്മിത പറയുന്നുണ്ട് ചന്ദ്രബോസിനോട്, ഇനിയിപ്പോ ലോട്ടറി നമുക്ക് തന്നെ അടിച്ചാലോ, ആരെയും ഈ വഴിക്ക് കാണുന്നില്ലല്ലോ. ചന്ദ്രബോസ് പറയുന്നു, ഏൽപ്പിച്ചവർ നന്നായി പണിയെടുത്തെന്നാ തോന്നുന്നത്, ഒറ്റ ഒരുത്തനെ ഇവിടേക്ക് കാണുന്നില്ല.
ഒരിക്കൽ കൂടി മത്സരാർത്ഥിയുടെ പേര് വിളിക്കുകയാണ് ആങ്കർ. വിളിക്കുന്നവർ അവരവർ തയ്യാറാക്കിയ സ്ഥലത്തേക്ക് വന്ന് നിൽക്കേണ്ടതുമാണ്. ആദ്യമായി മല്ലികയാണ് വിളിക്കുന്നത്. മല്ലിക സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട്. ഒരു അംഗത്തിന് തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് മല്ലിക എസ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കാണാമെന്നും അവർ നോക്കി പറയുന്നുണ്ട് ആങ്കർ. രണ്ടാമതായി സുസ്മിതയെ പരിചയപ്പെടുത്തി. സുസ്മിതയും എഴുന്നേറ്റ് സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. ഇത് എനിക്ക് അവകാശപ്പെട്ട വിജയമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് സുസ്മിത വന്നിരിക്കുന്നത് എന്നും പറയുന്നു. മൂന്നാമതായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ക്ഷണിക്കുന്നത് കുടുംബശ്രീ ശാരദയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരും അവരെ നോക്കുന്നു. വർഷങ്ങളായി പാചകത്തിലെ അനുഭവ സമ്പത്ത് കൊണ്ട് തന്നെയാണ് ശാരദ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ക്ഷണിക്കാം കുടുംബശ്രീ ശാരദ എന്ന് പറയുന്നു. അടികൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാകുമെന്ന് ബോസ് വിചാരിക്കുന്നുണ്ട്. അതെ, ശാരദാമ്മയെ കാണുന്നില്ലല്ലോ എന്ന് ജഗദീപ് സുസ്മിതയോട് പറയുന്നുണ്ട്. അവര് ഈ 7 അയൽവക്കത്തേക്ക് വരാൻ സാധ്യതയില്ല. അതിനുള്ള പണി വെച്ചിട്ട് തന്നെയായി സുസ്മിത ഇവിടെ നിൽക്കുന്നത് എന്നും പറയുന്നു. ശാരദ പങ്കെടുത്താൽ പിന്നെ എന്തിനായി മത്സരം? ഈ 10 ലക്ഷം രൂപ അവർക്കെടുത്ത് കൊടുത്താ പോരെ എന്ന് സുസ്മിത പറയുമ്പോൾ ജഗദീപ് വിചാരിക്കുന്നു, എന്റെ ഈശ്വര, ഇവള് ചെയ്യുന്നതിന്റെ പാപം കൂടെ നിൽക്കുന്നവർക്ക് പകരാതിരുന്നാ മതിയായിരുന്നു. എന്താ മേടിച്ചു നിൽക്കുന്നത്? മത്സരിക്കുന്നത് ഞാനല്ലേ, അവിടെയും കാണാൻ പോയിരിക്കാൻ സുസ്മിത പറയുന്നു. വീണ്ടും ഒന്നുകൂടി കുടുംബശ്രീ ശാരദയെ ക്ഷണിക്കുകയാണ്. എല്ലാവരും പിറകിലേക്ക് നോക്കുന്നുണ്ട് ശാരദ വരുന്നുണ്ടോ എന്ന്. എന്നാൽ ഇതുവരെയായിട്ടും അവർ എത്തിയിട്ടില്ല. ഇപ്പോൾ വിഷ്ണുവിന്റെ കാർ അവിടേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ശാലിനിയും ശാരദാമ്മയും കമലനും ഒക്കെ ഇറങ്ങി. പെട്ടെന്ന് അവിടേക്ക് കയറി പോവുകയാണ് അവർ. അങ്ങനെ ശാരദയും ടീമും എത്തിയിരിക്കുന്നു. ദേ കുടുംബശ്രീ ശാരദ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ശാരദാമ്മ എത്തിയപ്പോൾ സന്തോഷത്തോടെ ശ്യാമയും ഒക്കെ ഇരിക്കുന്നുണ്ട്. ടെൻഷനോടെ സുസ്മിതയും ചന്ദ്രബോസും. ശാരദ എല്ലാവർക്കും മുന്നിൽ നമസ്കാരം പറയുന്നുണ്ട്. അമ്മയുടെ എന്ന് ശ്യാമയോട് ചോദിക്കുകയാണ് വിഷ്ണു. വന്നിട്ടില്ലെന്ന് ശ്യാമ പറയുന്നു. വന്നില്ലേ എന്ന് ശാലിനിയും ചോദിക്കുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അമ്മയെ വിളിക്കുന്നുണ്ട്. വിഷ്ണു പുറത്തേക്ക് പോയി വിളിക്കുന്നു. ദേഷ്യത്തോടെയും ടെൻഷനോടെയും സുസ്മിത ഇരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.